ഷാലോം. ഒരു വേദഭാഗം ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം. ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്ന പോലെ നിങ്ങൾ ഈ സ്ഥലത്തെത്തുവോളം നടന്ന എല്ലാ വഴിയും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചു എന്ന് നിങ്ങൾ കണ്ടുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. നമ്മൾ നടന്ന എല്ലാ വഴികളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ദൈവം നമ്മളോട് കൂടെ ഉള്ളതിനെയാണ് ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്. ഒരു വ്യക്തി നമ്മുടെ കൂടെ നടക്കുമ്പോൾ, നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ, നമ്മോട് കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മുടെ കൂടെ ചെലവഴിക്കുമ്പോഴാണല്ലോ ആ വ്യക്തി നമ്മുടെ അടുത്തുള്ളതായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഇതിനെയാണ് ദൈവ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവ സാമീപ്യം എന്ന് പറയുന്നത്. ഒരുവൻ യേശുക്രിസ്തുവിലാകുമ്പോൾ തന്നെ അവൻ്റെ ആത്മാവിൽ ഈ ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ബോധ്യം വരും. പക്ഷേ വിശ്വാസികളായ ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നത് ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമയത്ത് മാത്രം അനുഭവപ്പെടുന്ന ഒന്നെന്നാണ്. ചിലരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ചില മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ചില വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോൾ ചില അനുഭവങ്ങൾ, ഗൂസ് ബംസ് ഉണ്ടാവുകയും, അല്ലെങ്കിൽ എനിക്കൊരു സന്തോഷമുണ്ടായി, അല്ലെങ്കിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു എക്സൈറ്റ്മെൻറ്റ് അനുഭവപ്പെട്ടു, അതാണ് എൻ്റെ ദൈവ സാന്നിധ്യമെന്ന്. അങ്ങനെ ആകാം. പക്ഷേ അത് കഴിഞ്ഞ് ആ വ്യക്തി മാറുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടായ്മകളിൽ പങ്കെടുക്കാതിരിക്കുമ്പോഴോ നമ്മൾ ആ അനുഭവങ്ങളിലേക്ക് കടക്കുന്നില്ല. ഭൂരിഭാഗം പേരും അപ്പോൾ ചിന്തിക്കുന്നത് ഞാൻ പാപത്തിലാണ്, അല്ലെങ്കിൽ ഞാൻ കുറ്റബോധത്തിലാണ്, എൻ്റെ കൂടെ ദൈവസാന്നിധ്യമില്ല എന്നുള്ളതാണ്. യേശു പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ദൈവസാന്നിധ്യം എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. പിന്നെ എന്താണ് പ്രശ്നം? ദൈവസാന്നിധ്യം നമ്മോടൊപ്പമുണ്ട് എന്നുള്ള തിരിച്ചറിവില്ലാത്തതാണ് പ്രശ്നം. അതിനെ കോൺഷ്യസ് എന്ന് പറയും. ആ ബോധ്യം നമ്മളിൽ എല്ലായ്പ്പോഴും ഉണ്ടാകണം. ദൈവസാന്നിധ്യം എപ്പോഴും തണുപ്പായോ ചൂടായോ ഗൂസ് ബമ്പായോ മാത്രമല്ല അനുഭവപ്പെടുന്നത്. ദൈവം എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. ഏത് സാഹചര്യത്തിലും നമ്മോടൊപ്പമുണ്ട്. ചില ലെസൺസ് നമ്മൾ പഠിക്കുമ്പോഴും ദൈവം നമ്മോടൊപ്പമുണ്ട്. ദൈവസാന്നിധ്യം നിങ്ങളറിയാതെ നിങ്ങളെ പിന്തുടരുന്നു എന്നല്ല, നിങ്ങൾ അറിഞ്ഞു തന്നെ നിങ്ങളുടെ കൂടെ അവൻ ചരിക്കുന്നു. ഇവിടെ ബൈബിൾ പറയുന്നു, നിങ്ങൾ ഈ സ്ഥലത്ത് എത്തുവോളം നടന്ന എല്ലാ വഴികളിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. ആ ദൈവ സാന്നിധ്യം എവിടെയാണ്? നമ്മുടെ ആത്മമനുഷ്യനിലാണ്. ഒരു മനുഷ്യൻ ട്രൈക്കോട്ടമിയാണ്. അവന് ആത്മാവുണ്ട്, അവന് വിൽ പവർ അല്ലെങ്കിൽ മനസ്സുണ്ട്, അവന് കാണുന്നൊരു ശരീരമുണ്ട്. നമ്മുടെ ആത്മാവിലാണ് ദൈവ സാന്നിധ്യമുള്ളത്. എന്തുകൊണ്ടാണ്? യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം പറയുന്നു, ദൈവം ആത്മാവാകുന്നു. ദൈവം ആത്മാവിലാണ് വസിക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ആത്മാവിലാണ്. അതെപ്പോഴും ചിലപ്പോൾ ഇമോഷനായി പുറത്തു വരണമെന്നില്ല. ചിലപ്പോൾ ദൈവ സാന്നിധ്യം നമുക്കൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സൈലൻസിലായിരിക്കും അനുഭവപ്പെടുന്നത്. അപ്പം ദൈവ സാന്നിധ്യം നമ്മിൽ എല്ലാവരിലുമുണ്ട്. ഈ ഒരു കോൺഷ്യസ്, ഈ ഒരു ബോധ്യം നമുക്കെല്ലാവർക്കും വേണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.